നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യ ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമ സാഗരത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അയോധ്യയുടെ മണ്ണിൽ ധർമ്മത്തിന്റെ വിജയമുഹൂർത്തമായി ശ്രീരാമന്റെ രാജ്യാഭിഷേകം അരങ്ങേറുന്നു. വനവാസവും വിരഹവും യുദ്ധവും പിന്നിട്ട് മടങ്ങിയെത്തിയ രാമനെ അയോധ്യ ജനത ആനന്ദപൂർവം വരവേൽക്കുന്നു. ഗുരുക്കന്മാരുടെയും മുനിമാരുടെയും അനുഗ്രഹത്തോടെ ശ്രീരാമൻ സിംഹാസനമേറുമ്പോൾ അത് ഒരു രാജാവിന്റെ കിരീടധാരണം മാത്രമല്ല, നീതി, സത്യം, ധർമ്മം, കരുണ എന്നിവയിൽ അധിഷ്ഠിതമായ രാമരാജ്യത്തിന്റെ തുടക്കമായിരുന്നു. സീതാദേവിയോടൊപ്പം രാമൻ രാജ്യഭാരം ഏറ്റെടുത്ത ആ പുണ്യമുഹൂർത്തം ഭാരതീയ പാരമ്പര്യത്തിൽ ഇന്നും ധർമ്മ വിജയത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. ശ്രീമദ് അധ്യാത്മ രാമായണത്തിൽ ശ്രീരാമ രാജ്യാഭിഷേകം പാരായണം ചെയ്യുന്നത് ശ്രീകുമാർ ദക്ഷിണേശ്വരൻ. കാണാം രാമകഥ മാധുരി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവർ എത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദാ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നഥ മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽപുരുഷൻ അരുൾ ചെയ്താനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നക്കണക്കേ വിശേഷിച്ചു നീ മുതാ. വന്നീടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയും ഇല്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചു പോയി ചെന്നളകാപുരി പുക്കു വിമാനവും. സോദരനോടും വസിഷ്ഠനാം ആചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ. ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു വസിഷ്ഠമുനീന്ദ്രനും. ദേശികാനുജ്ഞയാ ഭദ്രാസനേ ഭുവി ദാശരഥിയും ഇരുന്നരുളിടിനാൻ. അപ്പോൾ ഭരതനും കേകയപുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചിതു ലക്ഷ്മീപതിയായ രാമനോടന്നേരം. ബ്രഹ്മസ്വരൂപൻ ആത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാത മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമൻ അദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനൗവ്യയൻ ചിന്മയൻ ജംഗമാജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തൻ മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെയങ്ങ് അവർ ചൊന്നതു കേട്ടളവിംഗിതജ്ഞൻ മന്ദഹാസപുരസ്വരം. മനസേ ഖേദമുണ്ടാകരുതാർക്കുമേ, ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ, എങ്കിലതിന്നൊരുക്കീടുകെല്ലാം എന്നു പങ്കജലോചനാനുജ്ഞയാ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നനും തഥാ ശ്മശ്രുനികൃന്തകന്മാരെ വരുത്തിനാൻ.
സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിനാരാനന്ദചേതസ. ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുമ്പേ ജടാഭാരശോധനയും ചെയ്തു സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാല്യാനുലേപാദ്യലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈക്കൊണ്ടനാരദം. ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദം അലങ്കരിച്ചിടിനാർ. ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീ ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതിമുദ. വാനരനാരീജനത്തിനും കൗസല്യതാനാദരാൽ അലങ്കാരങ്ങൾ നൽകിനാൾ. അന്നേരമത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ. രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹാസ്യന്തനമേറിനാൻ. സൂര്യതനയനും അംഗദവീരനും മാരുതിതാനും വിഭീഷണനും തഥാ ദിവ്യാംബരാഭരണാദ്യലങ്കാരേണ ദിവ്യഗജാശ്വരഥങ്ങളിലാം മാറു നാഥൻ അകമ്പടിയായി നടന്നിടിനാർ. സീതയും സുഗ്രീവപത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായ അനന്തരം പിമ്പേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുവെഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവ്യജനവും വീയിനാൻ. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാരജനങ്ങളുമായി നടന്നിടിനാർ. രാമനീ വണ്ണമെഴുന്നള്ളും നേരത്തു രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറിനാർ. കണ്ണിനാനന്ദപൂരം പുരുഷം പരം പുണ്യപുരുഷമാലോക്യ നാരീജനം ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരുവിനാർ. മന്ദമന്ദം ചെന്നു രാഘവൻ വാസവ മന്ദിര തുല്യമാം താതാലയം കണ്ടു വന്ദിച്ചകമ്പുക്കു മാതാവു തൻപദം വന്ദിച്ചിതന്യ പിതൃപ്രിയമാരെയും പ്രീത്യാ ഭരതകുമാരനോടന്നേരം ആസ്തയാ ചൊന്നാന വിളംബിതം ഭവാൻ. ഭാനുതനയനും നക്തഞ്ചരേന്ദ്രനും വാനരനായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതിന്നോരോ ഗൃഹങ്ങളിലാക്കുക വേണം അവരെ വിരയെ നീ എന്നതു കേട്ടതു ചെയ്താൻ ഭരതനും. ചെന്നവരോരോ ഗൃഹങ്ങളിൽ മേവിനാർ. സുഗ്രീവനോടു പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗലമാം മാറു നീ കഴിച്ചിടണം അംഗദനാദികളോടും യഥാവിധി. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. ശ്രീരാമൻ എങ്ങനെ മര്യാദാ പുരുഷോത്തമനായി എന്ന വിഷയത്തെക്കുറിച്ചാണ് രാമാമൃതത്തിൽ ബാലുശ്ശേരിയിലെ കാലിക്കറ്റ് ആദർശ സംസ്കൃത വിദ്യാപീഠം പ്രിൻസിപ്പൽ പ്രൊഫസർ കെ ഉണ്ണികൃഷ്ണൻ സാർ നമ്മളോട് സംസാരിക്കുന്നത്. കാണാം രാമാമൃതം. യാവസ്ഥാസ്യന്തി ഗിരയഃ സരിതശ്ച മഹീതലേ താവദ് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി. രാമായണത്തെക്കുറിച്ച് വാൽമീകി തന്നെ രാമായണത്തിൽ കുറിച്ച വരികളാണ്. ഈ പർവ്വതങ്ങളും നദികളുമെല്ലാം ഏത് കാലം വരെ നിലനിൽക്കുമോ അതുവരെയും രാമായണം നിലനിൽക്കും. അതുകൊണ്ട് നമ്മൾ രാമായണ മാസത്തിൽ മാത്രമല്ല
എന്നും എപ്പോഴും ഈ രാമായണം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുക. രാമനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് മര്യാദാ പുരുഷോത്തമനായ രാമൻ എന്നുള്ളതാണ്. രാമൻ മര്യാദാ പുരുഷോത്തമനാണോ അല്ലല്ലോ എന്നൊക്കെ ചില വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ധർമ്മത്തിന് വേണ്ടി രാമൻ നിലകൊണ്ടു. രാമന് ധർമ്മമായിരുന്നു പ്രധാനം. ആ ധർമ്മപരിപാലനത്തിന് വേണ്ടി, ധർമ്മരാജ്യത്തിനു വേണ്ടി ഏതറ്റം വരെ പോകാനും രാമൻ തയ്യാറായിരുന്നു. എൻ്റെ ഗുരുനാഥനായിട്ടുള്ള മള്ളിയൂർ മുത്തശ്ശൻ പറയുമായിരുന്നു, രാമന് ധർമ്മബോധം കൂടിപ്പോയി, രാവണന് അതില്ലാതെയും പോയി. ധർമ്മബോധം തന്നെയാണ്. ഓരോ കാര്യം നമ്മൾ പ്രത്യേകം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ രാമന് ഏറ്റവും നല്ലൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആരാ? രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നുള്ള സർട്ടിഫിക്കറ്റ്. ധർമ്മം ഒരു രൂപമെടുത്ത് വന്നാൽ അതാണ് രാമൻ എന്ന് പറഞ്ഞത് മാരീചനാണ്, മറ്റാരുമല്ല. രാമനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറയും, ബാലിയെ ഒളിയമ്പെയ്ത് കൊന്നില്ലേ, സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചില്ലേ. ഇതിനെന്താ ന്യായീകരണമുള്ളത്? എന്താ ന്യായീകരണമില്ലാത്തത്? ബാലിയെ എന്തുകൊണ്ടാണ് നിഗ്രഹിച്ചത് എന്ന് രാമൻ തന്നെ ബാലിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ബാലി എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു അപരാധവും ചെയ്യാത്ത, ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ സഹോദരനെ നാടുകടത്തി. മാത്രമാണോ, സഹോദരൻ്റെ പത്നിയായിട്ടുള്ള രുമയെ സ്വന്തം ഭാര്യയായിട്ട് വെച്ചു. അഗമ്യാഗമനം എന്നാണ് നമ്മൾ പറയുക. അഗമ്യാഗമനം എന്ന മഹാപരാധം, പരദാരാപഹരണം എന്ന മഹാപരാധം അത് ചെയ്തവനാണ്. അതുകൊണ്ട് തന്നെ രാമൻ രാജാവാണ്. ഒരു രാജാവിന് അപരാധിയെ ശിക്ഷിക്കുവാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ അപരാധി എന്നുള്ള നിലയിൽ രാജാവ് എന്ന രാമൻ ധർമ്മബോധത്തോടു കൂടിയിട്ട് ആ അപരാധിയായ ബാലിയെ നിഗ്രഹിച്ചു. ഒന്ന്. മറ്റൊന്ന് മിത്രധർമ്മം. സഹായിക്കാം എന്ന് ഏറ്റ സുഹൃത്തിൻ്റെ ആഗ്രഹം സഫലമാക്കണം, സുഗ്രീവന് കൊടുത്ത വാക്ക് പാലിക്കണം. അതുകൊണ്ട് തന്നെ മിത്രധർമ്മം നിർവഹിച്ചു രാമൻ, രാജധർമ്മം നിർവഹിച്ചു. ഇത് ബാലി സമ്മതിച്ചു, ബാലിക്ക് മനസ്സിലായി. വാൽമീകി രാമായണത്തിൽ വ്യക്തമായിട്ട് കാണാം നമുക്ക്. ബാലി രാമനോട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ബാലി കൺവിൻസ്ഡ് ആണ്, പക്ഷെ നമ്മൾ പലരും ഇപ്പോഴും കൺവിൻസ്ഡ് അല്ല. അതാണ് അവസാനം ബാലി തൻ്റെ മകനായിട്ടുള്ള അംഗദനെ ശ്രീരാമചന്ദ്രൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. ഇനി സീതാപരിത്യാഗമാണെങ്കിലോ, സീതാപരിത്യാഗത്തിലും ഇതേപോലെ രാമൻ്റെ ധർമ്മബോധം നമുക്ക് കാണാൻ സാധിക്കും. രാജധർമ്മം. തനിക്ക് തൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ തൻ്റെ സുഖസൗകര്യങ്ങളോ അല്ല, രാജ്യമാണ് പ്രധാനം. പ്രജകളുടെ ഇടയിൽ രാജാവിനെ കുറിച്ച് വരുന്നതായ അപവാദങ്ങൾ അത് രാമരാജ്യത്തിന് കളങ്കമാവും. അത് ബോധ്യപ്പെട്ടു. രാമരാജ്യമായിരുന്നു എവിടെയും. പക്ഷേ ആ രാമരാജ്യത്ത് അപവാദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അലക്കുകാരൻ്റെ കഥ പറയും. ഭാഗവതത്തിലെ നവമസ്കന്ധത്തിലെ 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം, രാമനിങ്ങനെ തൻ്റെ രാജ്യത്തിലൂടെ വേഷപ്രച്ഛന്നനായിട്ട് അങ്ങനെ പോവുക. അപ്പോഴാണ് ഒരു സന്ധ്യാസമയത്ത് ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ ബഹളം. ഭർത്താവ് ഭാര്യയെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് പറയാണ്, സ്ത്രീലോഭി നാഹം ബിഭർമി ത്വാം ദുഷ്ടാം അസതീം പരവേശ്മക. സ്ത്രീലോഭി ബിഭ്രിയാത് സീത നാഹം ബിഭർമി. ഞാൻ നിന്നെ സ്വീകരിക്കില്ല. നീ അസതിയാണ്, പതിവ്രതയല്ല, പാതിവ്രത്യത്തെ നഷ്ടപ്പെട്ടവളാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ സ്വീകരിക്കില്ല. ചിലപ്പോൾ ആ പെൺകോന്തനായ രാമൻ, അങ്ങനെ പറയുന്ന അവിടെ സ്ത്രീ ലോഭി എന്നാണ് ആ വാക്ക്. പെൺകോന്തനായിട്ടുള്ള രാമനെ രാവണൻ്റെ കൂടെ കഴിഞ്ഞ് സീതയെ സ്വീകരിച്ചിട്ടുണ്ടാവും. ഞാൻ അതുപോലെയല്ല, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ആ ഭാര്യയെ ഉപേക്ഷിക്കുന്നതും ഇങ്ങനെ തന്നെക്കുറിച്ചുള്ള തൻ്റെ ഹൃദയം പൊട്ടുന്ന രീതിയിലുള്ള അപവാദം ഒരു തവണയല്ല, ഒരിടത്തുനിന്നല്ല. ഇത് ലോകാത് ബഹുമുഖാത്. ഇത് പലയിടങ്ങളിൽ നിന്നും കേൾക്കേണ്ടി വരുന്നു. ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നും തന്നെക്കുറിച്ച്, ഒരു ഭരണാധികാരിയെക്കുറിച്ച് നാട്ടിൽ മുഴുവൻ അപവാദമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ നാട്ടിലെ ഒരു ഭരണാധികാരിക്ക് ഭരണാധികാരിയുടെ
ആ ഗരിമ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. മാന്യത എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ പ്രജകളുടെ ഇടയിലാണ് ഒരു രാജാവ്. പ്രജകളാണ് ഒരു രാജാവിൻ്റെ ധർമ്മബോധത്തെ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് വെറുമൊരു അപവാദമായിട്ട് നമ്മൾ കണക്കാക്കരുത്. രാമൻ തൻ്റെ രാജധർമ്മം നിർവഹിച്ചു, പതിധർമ്മം നിർവഹിച്ചു. എന്നിട്ട് രാമൻ ഒരു സീതയെ ഉപേക്ഷിച്ചു, മറ്റൊരാളെ സ്വീകരിച്ചോ? ഇല്ല. ഏകപത്നി വ്രതനായിട്ട് പരിപാലിച്ചു. അതുപോലെ തന്നെ സീത വാൽമീകിയുടെ സംരക്ഷണയിൽ വളർന്നു. അത് രാമൻ ഉറപ്പുവരുത്തി. മറ്റൊരാളെ സ്വീകരിച്ചതുമില്ല. ഇങ്ങനെ നമ്മൾ ഓരോ രംഗം നോക്കിക്കഴിഞ്ഞാലും രാമൻ്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും ധർമ്മബോധം. ആ ധർമ്മബോധമാണ് ഇന്നും രാമൻ നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ഒരു മര്യാദാ പുരുഷോത്തമനായിട്ട് ജീവിക്കുന്നത്. അത് ഇന്നല്ല, എന്നും രാമൻ ആ മര്യാദാ പുരുഷോത്തമനായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളും സ്വപ്നം കാണുന്നത് രാമരാജ്യമാണ്. രാമോ രാജമണി സദാ വിജയത്തെ രാമം രമേശം ഭജേ രാമേണാഭിഹത നിശാചരചമു രാമായ ദത്തം മന രാമാന്നാസ്തി പരായണം പരതരം രാമസ്യ ദാസോസ്മ്യഹം രാമേ ചിത്തലയ സദാ ഭവതു മേ ഹേ രാമ മാം പാലയ. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമസാഗരത്തിൽ അടുത്തതായി അമൃത വിശ്വവിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന അതി ആനന്ദമേ പരമാനന്ദമേ എന്ന് തുടങ്ങുന്ന ഒരു ഭജനാണ്. കാണാം രാമാനന്ദം. ഓം അമൃതേശ്വരേ നമഃ. സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അമ്മയുടെ ഭജനാമൃതത്തിൽ നിന്നുള്ള ശ്രീരാമ ഭജൻസിൽ നിന്നും അതി ആനന്ദതേ പരമാനന്ദതേ എന്ന ഭജനയാണ് ഞങ്ങൾ ഇന്നിവിടെ ആലപിക്കുന്നത്. अति आनंदति परमानंदति तेरे नाम का गुण गा. जय राम जय श्री राम रघुपति राघव राजा राम. अति आनंदति परमानंदति तेरे नाम का गुण गा. जय राम जय श्री राम रघुपति राघव राजा राम. जय जय राम 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 सीता 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 राम. दो अक्षरों का नाम तेरा महिमा उसके शब्दों के पार. दो अक्षरों का नाम तेरा महिमा उसके शब्दों के पार. पापों के भाषण में मिटे जो बजे जय श्री राम. पापों के भाषण में मिटे जो भजे जय श्री राम. जय जय राम 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 सीता 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 राम. मन में जिसके गूंजे राम वही प्रभु का मंगल धाम. मन में जिसके गूंजे राम वही प्रभु का मंगल धाम. मन में जिसके दास का भाव वही विश्राम करते राम. मन में जिसके दास का भाव वही विश्राम करते राम. जय जय राम 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 सीता 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 राम. जपो सदा
तरस देकर तुमसे कर दूरा। जय जय राम 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 सीताराम, जय जय राम 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 सीताराम। जय जय राम 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 सीताराम, जय जय राम 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 सीताराम। अति आनंदति परमानंदति तेरे नाम का गुणगान। जय राम जय श्री राम, रघुपति राघव राजा राम। अति आनंदति परमानंदति तेरे नाम का गुणगान। जय राम जय श्री राम, रघुपति राघव राजा राम। जय जय राम 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 सीताराम, जय जय राम 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 सीताराम। जय जय राम 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 सीताराम, जय जय राम 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 सीताराम। जय जय राम 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 सीताराम, जय जय राम 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 सीताराम। जय जय राम 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 सीताराम। जय जय राम 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 सीताराम। ശ്രീരാമസാഗരത്തിൽ അടുത്തതും ഒരു ഭക്തിഗാനമാണ്. जय 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 राघव जानकी वल्लभ, जय 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 राघव
രാമരാജ്യഫലം ധർമ്മത്തിന്റെയും നീതിയുടെയും മാതൃകയായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. പ്രജകളുടെ ക്ഷേമം സ്വന്തം സുഖത്തേക്കാൾ പ്രധാനമാക്കി സത്യവും നീതിയും കരുണയും കൈമുതലാക്കി ശ്രീരാമൻ രാജ്യം ഭരിച്ചു. ജനങ്ങളുടെ ദുഃഖമകറ്റി സമാധാനവും ഐശ്വര്യവും ഉറപ്പാക്കിയ ആ ഭരണമാണ് രാമരാജ്യം. ശ്രീരാമസാഗരത്തിൽ നാളെ ശ്രീരാമരാജ്യഫലം. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.